വെൽക്കം ടു വിസ്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്. ക്ലാസ് അസൈൻമെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിന് ഒരു ഡ്രസ് പ്രസന്റേഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഓരോ സ്റ്റുഡൻസും അവരുടേതായിട്ടുള്ള ഐഡിയയിലും ക്രിയേറ്റിവിറ്റിയിലും അവർ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ പ്രസന്റേഷന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായിട്ട് ഓരോരുത്തരും ചൂസ് ചെയ്തത് ഡിഫറെന്റ് കളേഴ്സ് ആയിരുന്നു. ഓരോരുത്തരും യൂണീക്ക് ആയിട്ടായിരുന്നു ഡ്രസ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാളുടെ കഴിവ് എത്രത്തോളം പുറത്തു കൊണ്ടുവരാൻ പറ്റും, അവരുടേതായിട്ടുള്ള ഐഡിയ എത്രത്തോളം എൻഹാൻസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രസന്റേഷൻ വഴി നമ്മൾ എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കളർ വീൽ ബേസ് ചെയ്തിട്ടും നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഡ്രസ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓരോരുത്തർക്കും ഓരോ സ്കീംസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരും അവർക്ക് കിട്ടിയ സ്കീം ബേസ് ചെയ്തിട്ട് ഒരാൾക്ക് എത്രത്തോളം കളേഴ്സ് കിട്ടിയിട്ടുണ്ടോ മാക്സിമം അത്രയും കളേഴ്സ് ഈ ഒരു ഡ്രസ്സിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നോർമൽ സ്റ്റിച്ചിങ് കൂടാതെ തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഡ്രസ്സിൽ ഹാൻഡ് വർക്കും ആരി വർക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഡിസൈൻസ് എൻഹാൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഒരു ഡ്രസ് പ്രസന്റേഷൻ എന്നതിലുപരി നമ്മൾ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഈ ഒരു പ്രസന്റേഷന്റെ ഭാഗമായിട്ട് എയിം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രസന്റേഷൻ വഴി നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലാസ്റ്റ് 20 days ആയിട്ട് സൗജന്യ സ്റ്റിച്ചിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫീഡ്ബാക്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ 20 days ഫ്രീ ക്ലാസ്സിന് വന്ന സ്റ്റുഡൻസിന്റെ വർക്കാണ് കേട്ടോ. ഹാൻഡ് എംബ്രോയിഡറിയും അതുപോലെ തന്നെ പെയിന്റിങ്സും ആണ് അവർ ഈ ഒരു വർക്കിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടേതായിട്ടുള്ള ഐഡിയയിൽ ഹാൻഡ് എംബ്രോയിഡറി പഠിച്ചിട്ട് അവർക്ക് എങ്ങനത്തെ ടൈപ്പ് വർക്ക് ചെയ്യാൻ പറ്റുമോ അവരുടെ ആ ഒരു ഐഡിയയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പെയിന്റിങ്സ് ആട്ടോ ചെയ്തത് നമ്മുടെ ഫ്രീ കോഴ്സിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരുടെ ഞാൻ 20 days ക്ലാസ്സിനാണ് വന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് തയ്യൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ ഒരു ഇതിലാണ് ഞാനൊരു നോട്ടീസ് കണ്ട് വന്നത്. അപ്പൊ 20 ദിവസത്തെ ക്ലാസ്സിൽ ആദ്യം വിചാരിച്ചൊരു ബേസ് ആയിട്ട് മാത്രം പറഞ്ഞു തരൂ എന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ എംബ്രോയിഡിംഗ് ഉണ്ടായിരുന്നു, പെയിന്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാനായിട്ടൊരു പ്ലീറ്റഡ് കുർത്ത അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു പ്ലെയിൻ ഡ്രസ്സ് കിട്ടിയാൽ നമുക്ക് എങ്ങനെ എംബ്രോയിഡിംഗ് ചെയ്ത് അതിനകത്തൊരു വർക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഈ 20 ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ച്. അപ്പം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ച അതിന് കഴിവുണ്ട് എന്ന് ഈ 20 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ 20 ദിവസത്തെ ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ ഫീഡ്ബാക്ക് ആണ് കേട്ടോ ഇപ്പൊ കേട്ടത്. ഫ്രീ ക്ലാസ്സിന് വന്നവരിപ്പോ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് ആയി മാറിയിരിക്കുകയാണ്. ഇതാണ് അടുത്ത സ്റ്റുഡന്റിന്റെ വർക്ക്. ഹാൻഡ് എംബ്രോയിഡറി ആണ് കേട്ടോ അവർ മാക്സിമം ഇതിന്റെ അകത്ത് ചെയ്തേക്കുന്നത്. കൂടാതെ വെറും 20 ദിവസത്തെ സൗജന്യ ക്ലാസ് കൊണ്ട് മാത്രമാണ് അവർ ഇത്രയും വർക്കും അതിന്റെ കൂടെ തന്നെ സ്റ്റിച്ചിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്ത വഴി ക്ലാസ്സസ് ഒക്കെ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുവഴി നമ്മുടെ ഫ്രീ ക്ലാസ് സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് ആയി മാറിയിരിക്കുകയാണ്.